ഹായ്, ഞാൻ അഞ്ജല ബിജു. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ചാനലിനെ കുറിച്ചും പിന്നെ ഞങ്ങളുടെ ഫാമിലിയെ കുറിച്ചും ഒക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാനായിട്ടാണ് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് നിന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. എന്തെങ്കിലും തെറ്റുകളോ അല്ല കുറ്റങ്ങളോ കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ക്ഷമിച്ചേക്കാം. അപ്പൊ ചോദിക്കും വീഡിയോ എടുക്കണില്ലേന്ന്. അപ്പൊ വീഡിയോ എടുക്കുമ്പോൾ അത് കുറച്ച് നേരമേ ഉള്ളൂ. ഇടയ്ക്ക് ചെറിയ ചെറിയ ഷോർട്ടുകളല്ലേ, അപ്പൊ അധികം ബുദ്ധിമുട്ട് തോന്നില്ല. ഇതിപ്പോ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ട്. പിന്നെ ഞങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. പിന്നെ മാഷിന്റെ പേര് ബിജു, ആൾക്ക് സെൻട്രിങ് വർക്കാണ്. പിന്നെ അതിന്റെ കൂടെ ആർട്ട് വർക്കും ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണ്. അവർ ട്വിൻസ് ആണ്, ഋതി കൃഷ്ണ, ഋഷി കൃഷ്ണ. അവർക്കിപ്പോ 4 വയസ്സായി, സ്കൂളിലൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബോറടിയാണ് സംഭവം. ഉണ്ണികൾ ചെറിയ കുട്ടികളായിരുന്ന ടൈമിലൊക്കെ എനിക്ക് ഒന്നിനും സമയമില്ലായിരുന്നു കേട്ടോ. 2 പേരല്ലേ, അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവായിരുന്നല്ലോ. പിന്നെ കുട്ടികൾ പൊതുവെ ഒരേ സ്വഭാവമാണ് കാണിക്കപ്പോ കരയുമ്പോ ഒരേപോലെ കരയുക, അല്ല ഒരേ ടൈം രണ്ടാളും ഒരുമിച്ച് കരയുക, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഉണ്ണികൾ അങ്ങനെയായിരുന്നില്ല. ഒരാള് ഉറങ്ങുമ്പോ ഒരാള് എണീറ്റിരിക്കും. ഇനിയിപ്പോ ഒരാള് കരയാണെങ്കിൽ ഒരാള് സൈലന്റ് ആയിട്ടിരിക്കും. അങ്ങനെയായിരുന്നു അവരുടെ സ്വഭാവം. ഇപ്പൊ പിന്നെ അവര് കുറച്ച് വലുതായപ്പോ ഇപ്പൊ അവര് രണ്ടുപേരുണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ കളിക്കും, ഒരുമിച്ച് ഇങ്ങനെ കളിക്കും. അപ്പൊ നമ്മുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ അവരെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കായി, അങ്ങനെ ബോറടിയായി. അപ്പൊ പിന്നെ ഇങ്ങനെ ഇരിക്കണമൊക്കെ കണ്ടപ്പോ മാഷ് പറഞ്ഞു നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന്. അപ്പൊ ഞാൻ ആദ്യമൊക്കെ എനിക്കൊരു ഒത്തിരി മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കാരണം എന്താന്ന് പറയാ, ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കണ്ടേ, അപ്പൊ അതിന്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പൊതുവെ ഞാൻ അധികം ഒരുപാട് സംസാരിക്കുന്ന ആളൊന്നുമല്ല, ആവശ്യത്തിന് മാത്രം ഇങ്ങനെ സംസാരിക്കാന്നുള്ളൂ. അപ്പൊ മാഷ് പറഞ്ഞു നീ എന്നോട് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ നിന്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് സംസാരിക്കാറുണ്ടല്ലോ, അപ്പൊ അതുപോലെയൊക്കെ അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ആയിക്കോട്ടെ എന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയൊരു സംഭവമാണ്. ഇപ്പൊ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് വ്ളോഗ്, പിന്നെ നമ്മള് എന്തെങ്കിലും ഷോപ്പിങ്ങോ, പിന്നെ നമ്മളെ വീട്ടിലെ വിശേഷങ്ങള്, പിന്നെ ഉണ്ണികളെ കളികള്, യാത്രകള്, ഇതൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മള് 4 പേരടങ്ങുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നല്ലോ, ഇപ്പൊ കുറച്ചധികം ആൾക്കാരായിട്ടുണ്ട്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഇനി കാണാതിരിക്കുന്നവരും നമ്മളെ ഇനി വീഡിയോകൾ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ സ്നേഹം നിങ്ങൾ കമന്റ് ആയിട്ട് സഹകരിക്കാം. അപ്പൊ നമുക്ക് പുതിയ വീഡിയോ എടുക്കാനൊരു പ്രചോദനമാണ്. അപ്പൊ ഇനിയും ഇനിയും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.